everyone, welcome to Exam While Learning USS Champions League. നമ്മൾ 7ാം ക്ലാസ്സിലെ USS എഴുതുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഫ്രീ ആയിട്ട് സയൻസും മാത്സും ഒക്കെ അതുപോലുള്ള മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു ചാനലാണ് നമ്മളെ USSന്റെ ചാനൽ എന്ന് പറയുന്നത്. ഇതിലുള്ള ഓരോ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും USS എക്സാമിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് കുട്ടികൾക്ക് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്നുള്ളത്. നോർമലി നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാം ഒക്കെ എഴുതുമ്പോൾ അതിലൊരു സാധാരണ സ്കൂൾ എക്സാം എഴുതുന്ന പോലെയല്ല ഒരു കോമ്പറ്റീഷൻ പരീക്ഷ എഴുതുക. അതിന് തികച്ചും വ്യത്യസ്തമായൊരു സ്ട്രാറ്റജി, വ്യത്യസ്ത രീതിയിലൂടെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ എക്സാമുകളൊക്കെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. മാത്രവുമല്ല, നിങ്ങളൊക്കെ ഇതുവരേക്കും സ്കൂൾ എക്സാം എഴുതിയ ശീലം ഉണ്ടാവുള്ളൂ അല്ലേ. ഒരു LSS എഴുതിയവർക്ക് ചെറിയൊരു വ്യത്യാസം പരിചയം ഉണ്ടാകും. അതേപോലെ ഒന്നാണെന്ത് USS. LSSന്റെ പോലെയല്ല USSന്റെ എക്സാം ഉണ്ടാവുക. ഒരു ചോദ്യം ഉണ്ടാകും, 4 ഓപ്ഷൻ ഉണ്ടാകും. ഏത് ഓപ്ഷനാണെന്ന് കറക്റ്റ് ആൻസർ എന്ത് ചെയ്യണം, നമുക്ക് മാർക്ക് ചെയ്യാനൊക്കെ പഠിക്കണം. അത് നമ്മൾ സ്കൂളത്തെ എക്സാമിൽ പരീക്ഷയ്ക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ആവണം. അതിനു വേണ്ടിയിട്ടാണ് എക്സാം വൈൽ ലേണിംഗ് ഇപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ചാനലിലൂടെ ഒരുപാട് ക്ലാസ്സുകളും ആക്ടിവിറ്റീസും അതേപോലെ തന്നെ ഇതിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി. അതിലൂടെ വാട്സപ്പിൻ്റെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സാമുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതിലൂടെ ഫസ്റ്റ് അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇന്ന് നമ്മൾ നമ്മുടെ സയൻസിലുള്ള എനർജി ആൻഡ് ചേഞ്ചസ്, ഊർജവും മാറ്റങ്ങളും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ നൽകുന്നത്. കാരണം ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യണം. നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നമ്മൾ ഓരോ വീഡിയോയിലും നമ്മൾ കറക്റ്റായിട്ട് പഠിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നമ്മൾ USS എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക, അവർക്ക് അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ. ഓരോ ചോദ്യങ്ങളും കാണുമ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആൻസർ ഏതാണോ അത് കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന ആൻസർ ആണോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. റെഡി? അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ബുക്കൊക്കെ ഒന്ന് മുമ്പിൽ വെക്കുക. എന്നിട്ടൊന്ന് എഴുതിയെടുത്താൽ കുറച്ചും കൂടി ചെയ്യും ഇത്തരത്തിലുള്ള എല്ലാ എക്സാമുകൾക്കും നമുക്കത് ഉപകാരപ്പെടും. അപ്പോൾ അതാ ഇവിടെ നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ആൻസർ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എക്കോ ഫ്രണ്ട്ലി ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. പരിസ്ഥിതി സൗഹൃദ വൈദ്യുത ഉൽപാദനത്തിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്, ജലവൈദ്യുത നിലയം, തെർമൽ പവർ പ്ലാന്റ്, താപവൈദ്യുത നിലയം, ന്യൂക്ലിയർ പ്ലാന്റ്, ആണവ നിലയം, വിൻഡ് ഫാം, കാറ്റാടിപ്പാടം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കറിയാം ഈ 4 കാര്യത്തിൽ നിന്നും നമ്മൾ വൈദ്യുതി, ഇലക്ട്രിക്കൽ എനർജിയാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എക്കോ ഫ്രണ്ട്ലി ഇലക്ട്രിസിറ്റിയാണ്. പരിസ്ഥിതി സൗഹൃദമായിട്ട് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും മക്കളെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? ഇപ്പം നോക്കിക്കേ, ഇതിലുള്ള തെർമൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ വേണ്ട ജലവൈദ്യുത നിലയം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവിടെ അണക്കെട്ട് വേണം അല്ലേ, ഡാം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പം അതിനു വേണ്ടി നമ്മൾ പ്രകൃതിയെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. തെർമൽ പവർ പ്ലാന്റ് അതിൽ നിന്നും ഒരുപാട് അല്ലേ താപത്തെ എന്താക്കാണ്, വൈദ്യുതിയാക്കാണ്. അപ്പം അവിടെ ഈ പറഞ്ഞ താപം എന്ത് ചെയ്യുന്നത്, പുറത്തു വരാനും അത് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. ന്യൂക്ലിയർ പ്ലാന്റ് അല്ലേ, തന്മാത്രകൾ അല്ലെങ്കിൽ ആറ്റങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് അതിലുള്ള ഊർജ്ജം ഉപയോഗിക്കണം. അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഒരുപാട് സംവിധാനങ്ങൾ വേണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അല്ലേ അത് ഒന്നിട്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാൽ ഏറ്റവും സൗഹൃദമായിട്ട്, പരിസ്ഥിതി സൗഹൃദമായിട്ട് നമുക്ക് കിട്ടുന്നത് ഏതാണ് അല്ലേ, വിൻഡ് ഫാം ആണ്. കാറ്റാടിപ്പാടങ്ങളിൽ നിന്നാണ് അല്ലേ. അതിൻ്റെ അവധിയിലെ കുറഞ്ഞ സ്പേസിൽ തന്നെ ഈ രൂപത്തിലൊരു സംവിധാനം ഉണ്ടാക്കിയാൽ അല്ലേ, നമ്മൾ എന്തെങ്കിലും ചെയ്യണോ, ഒന്നും ചെയ്യണ്ട അല്ലേ, കാറ്റ് വന്ന് എന്ത് ചെയ്തോളും, അത് കറക്കും. അതുവഴി ആ റൊട്ടേഷൻ വഴി എന്ത് ചെയ്യുന്നു, അവിടെ കൈനറ്റിക് എനർജി എന്താക്കി മാറ്റുന്നു, ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റിക്കോളും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് ഇതുള്ളത്. ചോദ്യങ്ങളെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഉത്തരത്തിലേക്ക് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്, കാറ്റാടിപ്പാടമാണ്. റെഡി? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ചോദ്യം മുഴുവൻ ഒന്ന് വായിച്ച് നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. റെഡി? അപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വായിച്ച് നോക്കിക്കേ. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എനർജി കൺവേർഷൻ ടേക്ക് പ്ലേസ് ഇൻ സോളാർ പാനൽ? സോളാർ പാനൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ വീട്ടിലോ കാര്യത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും അല്ലേ. അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എങ്ങനെയാണ്? കെമിക്കൽ എനർജി, രാസോർജത്തെ വൈദ്യുതോർജം ഇലക്ട്രിക്കൽ ആക്കുന്നു. താപ ഊർജത്തെ ഇലക്ട്രിക്കൽ ആക്കുന്നു.
മെക്കാനിക്കൽ യാന്ത്രികോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കുന്നു, പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു. യെസ്, അപ്പൊ ഏതായിരിക്കും മക്കൾ ആൻസർ ആയിട്ട് ഉണ്ടാവുക? ആദ്യത്തെ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലെ. സോളാർ പാനൽ എന്ന് പറയുമ്പോൾ അവിടെ സോളാർ അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം ലൈറ്റ് എനർജിയാണ് വരുന്നത്. ആ സോളാർ പാനൽ ലൈറ്റ് എനർജി കിട്ടി. ആ ലൈറ്റ് എനർജി എന്താക്കി മാറ്റിയാണ്? ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റിയാണ് അല്ലെ. ആ ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാവരും അല്ലെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അപ്പൊ എന്താ കിട്ടുന്നു ഇവിടെ? നമുക്കെല്ലാം ലൈറ്റ് എനർജിയെ, പ്രകാശോർജത്തെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? ഈ പറഞ്ഞ സോളാർ പാനലുകളിൽ നടക്കുന്നത്. റെഡി അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയി നോക്കാം. പദാർത്ഥങ്ങളെ വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ പ്രസ്താവന, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വേണം. ഓക്കെ, സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ കുറിച്ച് നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും. ഒന്ന്, വാട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കെറോസിൻ ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദെയർ ഡെൻസിറ്റി. സാന്ദ്രതയിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി മണ്ണെണ്ണയിൽ നിന്നും ജലം വേർതിരിക്കുന്നു. മണ്ണെണ്ണയും ജലവും മിക്സ്ഡ് ആവുമോ? ഇല്ല, കാരണം എന്തേ? മണ്ണെണ്ണ എപ്പോഴും മുകളിലായിരിക്കും കിടക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് വാട്ടർ ഉണ്ട്, ഇത് കെറോസിൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ രണ്ടുപേരുടെയും സാന്ദ്രത വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വാട്ടർ താഴെയും കെറോസിൻ മുകളിൽ കിടക്കുന്നത്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറഞ്ഞ രൂപത്തിൽ സാന്ദ്രതയുടെ വ്യത്യാസമാണ്, ഡെൻസിറ്റിയുടെ ഡിഫറൻസ് ആണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ഡിവൈസിന്റെ പേരാണ് സെപ്പറേറ്റിംഗ് ഫണൽ. മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ സെപ്പറേറ്റിംഗ് ഫണൽ എന്നാണ്. കാരണം ഇതിങ്ങനെ ഓൺ ആക്കിയാൽ ഈ വാട്ടർ മാത്രം താഴേക്ക് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വരും. കറക്റ്റ് മുകളിൽ കെറോസിൻ ഉണ്ടാവും. ഇവിടെ എത്തുമ്പോൾ കെറോസിനാണ്ട് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇതുകൊണ്ട് ഓഫ് ആക്കുക. അപ്പൊ വാട്ടർ ഇവിടെ കിട്ടും, കെറോസിനെ മാത്രം മുകളിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളതൊക്കെ തെറ്റാണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാൾട്ട് വാട്ടറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് സൈസിനെ, വലുപ്പത്തിന്റെ വ്യത്യാസത്തിലാണെന്നാണ്. ആണോ? അല്ല. അവിടെ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഉപ്പ് വെള്ളത്തെ ചൂടാക്കുമ്പോൾ വാട്ടർ മാത്രം പോകുന്നു, ഉപ്പ് അവിടെ ബാക്കിയാകുന്നു. അവിടെ എന്തല്ല, സൈസ് അല്ല. അവിടെ അതിനെ എന്ത് ചെയ്യുന്നു? സ്വേദനം അല്ലെങ്കിൽ ബാഷ്പീകരണ സ്വഭാവത്തെ വെച്ചിട്ടാണ് നമ്മൾ, ആ വ്യത്യാസം വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഗ്രേവൽ ഈസ് ഫിൽറ്റർഡ് ഫ്രം സാൻഡ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് ഡിഫറൻസ് ഇൻ ദെയർ വെയിറ്റ്. ഭാരത്തിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി മണലിൽ നിന്നും ചരൽ അരിച്ചു മാറ്റുന്നു. മണലും ചരലും എങ്ങനെ അരിച്ചു മാറ്റാൻ പറ്റുക? നമുക്ക് മതി അല്ലെ, സീവിങ് നടത്തിയാൽ മതി. അഥവാ അരിക്കലിനാണ് നടക്കേണ്ടത്. അപ്പൊ എന്താ ചെയ്യുക? അവിടെ ഭാരമല്ല, നേരെ മറിച്ച് എന്താണ്? വലുപ്പമാണ് അല്ലെ. നമ്മൾ ഒരു സീവിലൂടെ അഥവാ ഒരു എന്ത് ചെയ്യുന്നു? അരിപ്പയിലൂടെ കടത്തി വിടുമ്പോൾ ചെറിയ മണൽ ഉള്ളിൽ കൂടെ പോകും, വലിയ കല്ലെന്ത് ചെയ്യും? അതിന്റെ മുകളിൽ കിടക്കുന്നുണ്ടാകും. റെഡി അല്ലേ? അപ്പൊ ഭാരമല്ല, എന്താണ്? വലുപ്പ വ്യത്യാസമാണ്. ബ്രാൻ ഈസ് സെപ്പറേറ്റഡ് ഫ്രം റൈസ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദെയർ സൈസ്. വലുപ്പത്തിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി അരിയിൽ നിന്നും ഉമ്മി വീശുന്നു. വലുപ്പാണോ? ഇല്ല. പാറ്റൽ, വിന്നോയിങ് നമ്മൾ നടത്താറുണ്ട്. വിന്നോയിങ് നടത്തുമ്പോൾ എന്താണ്? ആ പറഞ്ഞ അതിന്റെ ഭാരത്തിന്റെ വ്യത്യാസത്തിലാണ്, അവിടെ വലിപ്പമല്ല. കാരണം ഈ പറഞ്ഞ എന്ത് ചെയ്യും? ബ്രാൻ എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യുന്നു? ആ ഉമി പെട്ടെന്ന് എന്ത് ചെയ്യും? നമ്മൾ കാറ്റ് വീശുമ്പോൾ അല്ലെങ്കിൽ പിന്നെ വിന്നോയിങ് നടത്തുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യും? ഭാരം കുറഞ്ഞത് കൊണ്ട് അത് വേഗം പോകും. ഭാരം കൂടിയ അരി എന്ത് ചെയ്യും? താഴെ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെ മെത്തേഡുകളിലൂടെയാണ്, ഏതൊക്കെ സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ രണ്ട് വസ്തുക്കൾ വേർതിരിക്കുന്നത് അതറിയണം. അതിൻ്റെ ഉദാഹരണങ്ങൾ അറിയണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സാന്ദ്രതയാണോ, ഭാരമാണോ, വലുപ്പമാണോ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയെ വേർതിരിക്കുന്നത്? ഇത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചെങ്കിലാണ് ഈ സെപ്പറേഷൻ ഓഫ് മിക്സ്ചർ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇവിടെ എന്ത് ഊർജ്ജ മാറ്റമാണ് നടക്കുക? വളരെ സിമ്പിൾ ആണ്, കണ്ടെത്തൽ മനസ്സിലാക്കാം. ഇതെന്താണ്? ഒരു ബസർ ആണ്. ബസറിന് എന്തുണ്ടാവുക? സൗണ്ട് ഉണ്ടാകും. ഇവിടെ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? അല്ലെ, ഒരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും മക്കളെ ആൻസർ വരിക? അല്ലെ, ബാറ്ററിയിൽ ഏത് എനർജിയാണ്? കെമിക്കൽ എനർജിയാണ്, രാസോർജമാണ്. അതെന്താക്കുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നു. ആ ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ബസറിലേക്ക് പോകുമ്പോൾ സൗണ്ട് എനർജി ഉണ്ടാകുന്നു. സോ കെമിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് സൗണ്ട് എനർജി. ഇങ്ങനെ വരിക. കെമിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് സൗണ്ട് എനർജി അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരിക. രാസോർജം എന്താക്കി? അല്ലെ, ഇതിലുള്ള രാസോർജം ആദ്യം വൈദ്യുതോർജ്ജമാക്കി,
എന്നിട്ട് ബസർ വർക്ക് ചെയ്തപ്പോൾ സൗണ്ട് ശബ്ദോർജം ഉണ്ടായി. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് എനർജി? എനർജി ഊർജ രൂപമല്ലാത്തത് ഏത്? പ്രകാശം ഒരു ഊർജ രൂപമല്ലേ? പ്രകാശോർജം. താപം ഊർജ രൂപമല്ലേ? താപോർജം. വൈദ്യുതി ഊർജമല്ലേ? യെസ്, ഇലക്ട്രിക്കൽ എനർജി. എന്നാൽ ടെമ്പറേച്ചർ എന്തല്ല? ഊർജ രൂപമാണോ? അല്ല. ഒരു പദാർത്ഥം എത്രത്തോളം അതിൽ എന്തുണ്ട്? ചൂടുണ്ട്, തണുപ്പുണ്ട്, ഹീറ്റും കോളും അളക്കുന്ന ആ അവസ്ഥയാണ് എന്ത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്ത് ചെയ്യും അല്ലെ? ഒരു 100 ഡിഗ്രി ഉണ്ടെങ്കിൽ വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്, വെള്ളത്തിന്റെ താപനില ടെമ്പറേച്ചർ കൂടുതലാണെന്ന് പറയും. ഐസ് തൊട്ടാലോ ഐസിന്റെ താപനില കുറവാണ്, അത് ഭയങ്കര കോൾഡ് ആണ്. ആ ചൂടും തണുപ്പും ഹീറ്റ് ആൻഡ് കോൾഡ്നെസ് പറയുന്ന അവസ്ഥയാണെന്ത് നമ്മൾ ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നത്. അതൊരു ഊർജ രൂപം അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. എനർജി ട്രാൻസ്ഫോർമേഷൻ ഇൻ ജനറേറ്റർ. ജനറേറ്ററിൽ ഏത് ഊർജ്ജ മാറ്റമാണ് നടക്കുന്നത്? എല്ലാവർക്കും അറിയാം. ജനറേറ്റർ എന്ത് വെച്ചിട്ടാ ഉപയോഗിക്കലടാ അല്ലെ? നമ്മൾക്ക് ഡീസൽ ഒഴിക്കും. എന്തിനാണ് ഡീസൽ ഒഴിക്കുന്നത്? അതിലെന്തുണ്ട്? ഈ പറഞ്ഞ രാസോർജമുണ്ട്. ആ രാസോർജം വർക്ക് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? വൈദ്യുതോർജം, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത്. സോ ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് വരിക കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി. ഓരോ വസ്തുവിലും എന്തൊക്കെ ഊർജ്ജമാറ്റമാണ്, എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത് അറിയണം കേട്ടോ. ഇപ്പൊ ഞാൻ വെറുതെ 10 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ 10 നിങ്ങൾ നോട്ട് ബുക്കിൽ എന്ത് ചെയ്യണം? ഒന്ന് എഴുതി വെക്കണം. ജനറേറ്ററിൽ ഈ പറ രൂപത്തിൽ എന്ത് ചെയ്യുന്നു? ജനറേറ്ററിൽ എന്ത് ചെയ്യുന്നു? രാസോർജം വൈദ്യോർജം വർക്കല്ല, നേരെ മറിച്ച് എന്താണ്? യാന്ത്രികോർജം അല്ലെ? അവിടെ യന്ത്രം വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ വൈദ്യുതോർജമായി മാറുകയാണ് അല്ലെ. സോ ഓപ്ഷൻ ഡി ആയിരിക്കും വരും കേട്ടോ. നമ്മൾ അതിലേക്ക് ഈ പറഞ്ഞ എന്ത് ചെയ്യുന്നു? ഡീസൽ ഒഴിക്കുമ്പോൾ ഡീസലിലുള്ളത് രാസോർജമാണ്, കെമിക്കൽ എനർജിയാണ്. പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ യന്ത്രം വർക്ക് ചെയ്യണ്ടേ അല്ലെ? ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ആ യാന്ത്രികോർജം എന്ത് ചെയ്യാണ്? വൈദ്യുതോർജമായി മാറുകയാണ്. സോ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആകുന്നു. മോട്ടറിൽ നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി എന്താകുന്നു അല്ലെ? മോട്ടർ എന്തിനാ ഉപയോഗിക്കുക? അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മെക്കാനിക്കൽ യാന്ത്രികോർജമായി മാറുന്നു. ബൾബില് ഇലക്ട്രിക്കൽ എനർജി അല്ലെ? ഈ പ്രകാശോർജമാകുന്നു, താപോർജമാകുന്നു. സോളാർ സെല്ലില് ലൈറ്റ് എനർജി അല്ലെ? പിന്നെ നമ്മുടെ പ്രകാശോർജം എന്താക്കി മാറ്റാണ്? വൈദ്യുതോർജമാക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞ ഓരോന്നിനും നമുക്ക് ഫോട്ടോസിന്തസിസ് ലൈറ്റ് എനർജി എന്തൊക്കെയാണ്? കെമിക്കൽ എനർജി രാസോർജമാക്കാണ്. കാരണം എന്തേ? ഈ പറഞ്ഞ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം വഴി ലൈറ്റിന് എന്ത് ചെയ്യാക്കാണ്? അത് അല്ലെ അതിലുള്ള ഭക്ഷണം ഉണ്ടാക്കല്ലേ? ആ ഭക്ഷണം എന്താണ്? ഒരു കെമിക്കൽ എനർജിയാണ്, അഥവാ ഗ്ലൂക്കോസ് ആണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്ന് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്ലസ് ഓക്സിജൻ. അങ്ങനെ ആക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? കെമിക്കൽ എനർജി ആയിട്ട് അഥവാ രാസോർജമായിട്ട് സംഭരിക്കുകയാണ് പ്രകാശ സംശ്ലേഷണത്തിൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ആൻസർ കിട്ടണം. യെസ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഇവിടെ എന്താണ്? നെല്ലിൽ നിന്നും പതിര് വേർതിരിക്കുകയാണ്. അപ്പൊ ഏത് മെത്തേഡ് ഇവിടെ ഉപയോഗിക്കുക അല്ലെ? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിന്നോയിങ് അഥവാ പാറ്റൽ. അവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വലുപ്പ വ്യത്യാസം അഥവാ അതിന്റെ സൈസ്, ഷേപ്പ്, വെയിറ്റ്, കളറ് ഏതായിരിക്കും? ഓഫ് കോഴ്സ് എന്തിന്റെ വ്യത്യാസത്തിലാണ്? വെയിറ്റിന്റെ വ്യത്യാസത്തിൽ. കാരണം എന്തേ? ഈ പറഞ്ഞ നെല്ലിന് എന്ത് ചെയ്യും? വെയിറ്റ് കൂടുതലാണ്, ആ പതിരിന് വെയിറ്റ് കുറവാണ്. സോ നമ്മൾ പാറ്റൽ നടത്തുന്നു അഥവാ വിന്നോയിങ് അല്ലെ? യെസ്. അപ്പോൾ എയറിന്റെ ഡയറക്ഷൻ അനുസരിച്ച്, വായുവിന്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. വെള്ളം ഐസായി മാറുമ്പോൾ താപോർജത്തിന് എന്ത് സംഭവിക്കും? വാട്ടർ എന്ത് ചെയ്യാണ്? ചേഞ്ചസ് ടു ഐസ്. അതിന്റെ ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നു? ജലം ആ ഹീറ്റ് എനർജി ജലം ആഗിരണം ചെയ്യുന്നു, അത് ചുറ്റുപാടുകളിലേക്ക് പുറത്തുവിടുന്നു. ആഗിരണം ചെയ്യപ്പെടുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നില്ല, വൈദ്യുതോർജമായി മാറുന്നു. ഒരു വെള്ളം ഐസായി മാറുമ്പോഴേ മെൽറ്റിംഗ് ആണ് സംഭവിക്കുക, ഉരുകുന്നു. അപ്പൊ ഹീറ്റ് എനർജിയെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് എനർജിയെ പുറത്തുവിടുന്നു. ഓക്കെ, ഹീറ്റ് എനർജിയെ പുറത്തുവിടുന്നു. ആ പുറത്തുവിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഹീറ്റ് പുറത്തേക്കാണ് പോകുന്നത് അല്ലെ? അതേപോലെ തന്നെ വാട്ടർ വേപ്പറായി മാറുന്നു, അത് നീരാവിയായി മാറുന്നു. അപ്പോഴും ഹീറ്റ് എനർജി പുറത്തുവിടുന്നു. എന്നാലോ ഈ പറഞ്ഞ വാട്ടർ ഐസാവുമ്പോഴോ സോറി പറഞ്ഞത് മാറിപ്പോയി. ഒരു ഐസ് വാട്ടർ ആകുമ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ് ആണ് ചെയ്യുന്നത് അല്ലെ? നമ്മളെ ഫ്രിഡ്ജിൽ നിന്നും ഒരു ഐസ് നമ്മൾ എടുക്കണം, അത് പുറത്തേക്ക് വെക്കുമ്പോൾ പുറത്തുള്ള താപത്തെ ആഗിരണം ചെയ്യുന്നു, ഹീറ്റ് എനർജി ആഗിരണം ചെയ്യുന്നു. അപ്പൊ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് വാട്ടർ ആവുക.
ഈ വാട്ടർ അഗെയിൻ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ്, ആഗിരണം ചെയ്തിട്ടാണ് നീരാവിയാകുക. ഈ തിരിച്ചു പറഞ്ഞ്, ഒരു വാട്ടർ ഐസ് ആകുമ്പോൾ ആ ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നു? ഹീറ്റ് അവിടെ റിലീസ് ചെയ്യുന്നു, താപത്തെ പുറത്തു വിടുന്നു. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്താണ് ഈ പറഞ്ഞ രൂപത്തിൽ നീരാവി ഐസ് ആകുമ്പോൾ ഹീറ്റ് എനർജിയെ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു, താപത്തെ പുറത്തു വിടുന്നു. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും വരിക അല്ലെ? ഒരു വാട്ടർ ഐസ് ആവുന്നതാ, വാട്ടർ ഐസ് ആകുമ്പോൾ ആ വാട്ടർ എന്ത് ചെയ്യുന്നു? താപത്തെ പുറത്തു വിടുന്നു അല്ലെ? താപത്തെ പുറത്തു വിടുന്നു, ചുറ്റുപാടുകളിലേക്കും പുറത്തു വിടുന്നു. ഓപ്ഷൻ ബി ആയിരിക്കും എന്ത് ചെയ്യുക നമുക്ക് ആൻസർ വരിക, റിലീസസ് ടു ദ സറൗണ്ടിങ്. ഓക്കെ, അപ്പൊ മാറിപ്പോവരുത്, അങ്ങോട്ട് മാറിപ്പോവരുത്. ഈ രൂപത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ അറിയണം. എങ്കിലിതാ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പോസ് ചെയ്തിട്ട് വീഡിയോ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോയുടെ കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? 1, 2, 3, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. 1ഉം 2ഉം ശരി, 1ഉം 3ഉം ശരി, 2ഉം 3ഉം ശരി, 2ഉം 4ഉം ശരി. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നുള്ളതാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാ, മോർ ദാൻ 1 സോളാർ പാനൽ constitutes a solar cell. More than 1 solar cell constitute a solar panel. Solar cell converts solar energy into electrical energy. Solar cell converts electrical energy into light energy. അതിന് നാലെണ്ണത്തിന് മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ വീഡിയോക്ക് തന്നെ കമന്റ് ആയിട്ട് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ എല്ലാവർക്കും എന്ത് ചെയ്യുക? നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.